ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2023 ഡിസംബർ 15 ഹാങ് ബ്യൂങ് ഹൂൻ സംവിധാനം ചെയ്ത് ആമസോൺ പ്രൈം വീഡിയോ വഴി ഡയറക്റ്റായിട്ട് OTT റിലീസ് ചെയ്ത ഒരു കൊറിയൻ വെബ് സീരീസാണ് ഡെത്തസ് ഗെയിം എന്ന് പറയുന്ന സീരീസ്. എപ്പിസോഡ് 8 ഉള്ളത് സീസൺ 1. ഈ 8 എപ്പിസോഡിൽ ഞാൻ കണ്ടു തീർത്ത എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. കിടിലം വെബ് സീരീസ്, മസ്റ്റ് വാച്ചബിൾ എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മളെ വിഷ്ണു ഭഗവാന് പുരാണത്തിൽ 10 അവതാരങ്ങളാണ് ഉള്ളത്. പക്ഷേ ഇവിടെ നമ്മുടെ നായകന് 12 പണിഷ്മെൻറ്റ് അവതാരങ്ങളാണ് കൊടുക്കുന്നത്. അത് കാലത്തെയാണ് കൊടുക്കുന്നത്. ഒരു ഡെത്ത് ദേവത, ഒരു ഡെവിൽ ദേവത എന്നൊക്കെ പറയാം. അവരൊരു 12 അവതാരങ്ങൾ ശിക്ഷയോടെ കൊടുക്കുന്നു. എന്നുവെച്ചാൽ ഡെത്തിനെ കളിയാക്കിയിട്ടാണ് നമ്മുടെ നായകൻ ഇവിടെ മരിക്കുന്നത്. കാരണം വെച്ചാൽ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന അദ്ദേഹം ഒരു അത്യാവശ്യം കഷ്ടനിലയിലാണ് വന്നത്. കാരണം വെച്ചാൽ ഒരു ഗേൾ ഫ്രണ്ടും ഒരു അമ്മയായിട്ടുള്ള ഒരു ഫാമിലിയാണ് അദ്ദേഹത്തിൻ്റെ. യാജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത്. കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു നിലയെത്തിയപ്പം ഒരു ജോലി കിട്ടാറായപ്പോൾ ആ ജോലിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോവുകയാണ്. അദ്ദേഹം എപ്പോഴും ഫെയിലാവുകയാണ്. ഒരു സക്സസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇല്ല. അങ്ങനെ ആ വലിയൊരു ജോലി പോയതിൻ്റെ ഷോക്കിൽ അദ്ദേഹം 7 വർഷം കഠിനമായിട്ട് അധ്വാനിച്ച് നല്ല പൈസയെല്ലാം സമ്പാദിച്ചതിന് ശേഷം ഒരു കമ്പനി കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. നൈസായിട്ട് ആ കമ്പനി അദ്ദേഹത്തെ തേക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരൊറ്റ വഴിയേ ചെയ്തുള്ളൂ. എൻ്റെ ജീവിതത്തിൽ മുഴുവൻ ഫെയിൽ, കുടുംബം നഷ്ടപ്പെട്ടു, ഗേൾ ഫ്രണ്ടിനെ ഒഴിച്ചു വിട്ടു നല്ല എത്തിക്കാൻ വേണ്ടി. അങ്ങനെ അദ്ദേഹം ചാവുന്നതിന് മുൻപ് മരണത്തെ അദ്ദേഹം കളിയാക്കുകയും ചെയ്യണം. അങ്ങനെ അദ്ദേഹം ചാവുകയാണ്. ചത്തതിന് ശേഷം അദ്ദേഹം വിചാരിച്ച് നേരെ സ്വർഗത്തെത്തിയത്. പക്ഷേ നേരെ സ്വർഗത്തിലല്ല പോയത്, നേരെ കാലത്തിയുടെ അടുത്താണ് എത്തിയത്. അവർ ഒരു കാര്യം ചോദിച്ചായിരുന്നു, നീ എന്നെ കളിയാക്കിയത് കൊണ്ടാണ് നീ ഈ ഹെല്ലിൽ വന്ന് എത്തിയെന്ന് പറയുന്നുണ്ട് അവർ. അപ്പോൾ അവർ ശപിക്കുകയാണ് ഈ 12 അവതാരങ്ങൾ. കാരണം 12 പണിഷ്മെൻറ്റ് ഓരോ ക്യാരക്ടേഴ്സ് ആയിരിക്കും. അവരുടെ നീ ജീവിക്കുകയും ചെയ്യും, മരിക്കുകയും ചെയ്യും. പക്ഷെ അതിൽ നിന്ന് ഒരു ബോഡിയിൽ നിന്ന് മാത്രം നീ സർവൈവ് ചെയ്യുന്നു ആ കാലത്തിൽ അവനോട് പറയുകയാണ്. അങ്ങനെ നമ്മുടെ നായകൻ ഏത് ബോഡിയിലാണ്, ഏത് ജീവിതത്തിലാണ് സർവൈവ് ചെയ്യുന്നുള്ള കഥയാണ് ഈ വെബ് സീരീസിലൂടെ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. ഒരു ബിസിനസ് മാൻ ഉണ്ട്, പിന്നെ ഒരു കൊലയാളിയായിട്ട് വരുന്നുണ്ട്, പിന്നെ ഒരു ഗ്യാങ്സ്റ്ററായിട്ട് വരുന്നുണ്ട്, പോലീസ് ഓഫീസറായിട്ട് വരുന്നുണ്ട്, ഒരു സ്കൂൾ കിഡായിട്ട് വരുന്നുണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിൽ വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഗംഭീര പെർഫെക്ഷൻ സ്ക്രീൻ പ്ലേ. അത് മാത്രമല്ല എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിലെ വിഷ്വൽ എഫക്ട്സ് അതിൻ്റെ പിന്നെ ഒരു ഗംഭീര സംഭവം തന്നെയാണ്. പിന്നെ ഇതിൽ അഭിനയിച്ച നായകൻ്റെ പേരാണ് സിയോ അങ് എന്ന് പറയുന്ന ഒരു നായകനാണ്. പക്ഷെ കിട്ടില്ല അഭിനയം. അത് മാത്രമല്ല ആ കാലത്തിയുടെ ഒറിജിനൽ പേരെന്ന് പറയുന്നത് പാക്സോ ഡക്ക് എന്ന് പറയുന്ന ഒരു പേരും കൂടിയാണ്. അവരുടെ വെബ് സീരീസ് ഇവിടെ ഡെവിൽ എന്തോന്നാണെന്ന് എനിക്ക് തീരെയായിട്ട് ഓർമ്മയില്ല. അതുപോലെ തന്നെ കൊറിയൻ എനിക്ക് അത്ര വശമില്ല. പിന്നെ സബ് ടൈറ്റിൽ ഉപയോഗിച്ച് കാണാൻ ശ്രമിക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ. കൊറിയൻ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് നല്ല ഭാഷ മനസ്സിലാവും. കൊറിയൻ അറിഞ്ഞൂടാത്തവരാണെങ്കിൽ സബ് ടൈറ്റിൽ വെച്ച് കാണുക. കിട്ടില്ല സംഭവം വെബ് സീരീസ്, ഒന്നും പറയല്ല. സംഭവം എന്ന് വെച്ചാൽ മസ്റ്റ് വാച്ചബിളാണ്. ഈ 12 പണിഷ്മെൻറ്റും നല്ല ത്രില്ലിങ്ങാണ്, ഫാൻറ്റസിയാണ്, പിന്നെ അത്യാവശ്യം ഹൊററുമാണ്. ഹൊറർ എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥലങ്ങളെ പേടിക്കാനൊക്കെ ഉള്ളൂ. പക്ഷേ നല്ല കണ്ടിരിക്കാൻ പറ്റിയൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഈ സീരീസ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കാരണം വെച്ചാൽ നല്ല ഇമോഷണൽ ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ആക്ഷൻസ് ഉണ്ട്, ഫാൻറ്റസി ഉണ്ട്, ത്രില്ലറുണ്ട്, പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഇത് ഞാൻ കണ്ട എക്സ്പീരിയൻസ്, ഒരു എക്സൈറ്റ്മെൻറ്റാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കുന്നത്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് പോലെ ആയിരിക്കില്ല നിങ്ങൾ കണ്ടിട്ട് അത് വ്യത്യസ്തമായി നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഇങ്ങനത്തെ ഒരു വെബ് സീരീസ് ഇറങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങളുടെ അറിയിക്കേണ്ട എൻ്റെ ചുമതലയാണ് ഞാൻ റിവ്യൂവർ എന്ന നിലയിൽ. അപ്പം നിങ്ങൾ കണ്ടുപിടിക്കാത്തവരാം ഈ സീരീസിനെ കുറിച്ച്. കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണെന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എപ്പിസോഡ് ഏതാണെന്നും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ഇതൊരു മസ്റ്റ് വാച്ചബിൾ വെബ് സീരീസ് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 8 എപ്പിസോഡ്സേ ഉള്ളൂ. ഏകദേശം അരമണിക്കൂർ വരുന്നതുകൊണ്ട് 1 മണിക്കൂർ വരുന്ന എപ്പിസോഡ്സൊക്കെ ഉണ്ട് തികച്ചായിട്ട്. അപ്പം കിട്ടില്ല വെബ് സീരീസ്, കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഡെസ് ഗെയിമിനെ കുറിച്ച് എനിക്ക് ഈ വെബ് സീരീസിനെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിലെ ക്യാരക്ടേഴ്സ് എല്ലാം ഗംഭീരമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ്.